ഹലോ! അങ്ങനെ കുറേ നാളത്തെ ഇടവേളകൾക്ക് ശേഷം ഞാൻ വീണ്ടും ഒരു ക്രാഫ്റ്റ് ചെയ്യാൻ പോവാട്ടോ. ഇതെൻ്റെ മോനിക്ക് വേണ്ടിയിട്ടാണ്. അവൻ്റെ ക്ലാസ്സിലേക്കുള്ള ബർത്ത്ഡേ ചാർട്ടും വെൽക്കം ചാർട്ടും ആണ് ചെയ്യാൻ പോണത് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ബർത്ത്ഡേ ചാർട്ട് മാത്രമാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് വീഡിയോ വെൽക്കം ചാർട്ടായിരിക്കും. ഓക്കെ. കഴിഞ്ഞ പ്രാവശ്യം നന്നുവിൻ്റെ ക്ലാസ്സിലേക്ക് ഞാൻ തന്നെയാണ് ഇതൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായത്. ഈ പ്രാവശ്യം നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്യണം എന്ന് വിചാരിക്കുന്നു. ബർത്ത്ഡേ ചാർട്ടിന് വേണ്ടിയിട്ട് ഈ ഒരു ബ്ലാക്ക് ചാർട്ടും വൈറ്റ് ചാർട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത്തവണ ബർത്ത്ഡേ ചാർട്ട് ചെയ്യുന്നതൊരു മഷ്റൂം തീമിലാട്ടോ. അപ്പോൾ സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസ് മാം അയച്ചിട്ടുണ്ട്. അതായത് ഓരോ മന്തിലും എത്ര കുട്ടികളുടെ ബർത്ത്ഡേ ഉണ്ടെന്നുള്ളത്. ജാനുവരിയിലും ഫെബ്രുവരിയിലും സെപ്റ്റംബറിലും ഒറ്റ കുട്ടികളുടെ ബർത്ത്ഡേ ഇല്ല കേട്ടോ. പിന്നെ നവംബറിലും ഡിസംബറിലും ഓരോ കുട്ടികളുടെയും, മാർച്ചിൽ 2 കുട്ടികളുടെയും, ഏപ്രിൽ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ 3 കുട്ടികളുടെ ബർത്ത്ഡേ, മെയ്യിലും ജൂണിലും 4 കുട്ടികളുടെ, ഏറ്റവും ഹൈ ആയിട്ട് നിൽക്കുന്നത് ഒക്ടോബർ മാസത്തിലാട്ടോ 5 കുട്ടികളുടെ ബർത്ത്ഡേ ഉണ്ട്. ഇതിനനുസരിച്ചിട്ടാണ് നമ്മൾ മഷ്റൂംസിൻ്റെ വലിപ്പം നിശ്ചയിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് 5 മഷ്റൂംസ് ഞാൻ ഒരേ സൈസിലാണ് വരച്ചെടുക്കുന്നത്. അപ്പോൾ 3 മന്തിൽ നമുക്ക് ഒറ്റ കുട്ടികളുടെ ബർത്ത്ഡേ വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു 3 മഷ്റൂംസിൽ ഉള്ളിൽ ഇതേപോലെ ബബിൾസിൻ്റെ ഡിസൈൻ കൊടുക്കുന്നുണ്ട്. പിന്നെ 2 മന്തിൽ ഓരോ കുട്ടികളുടെ ബർത്ത്ഡേ ഉള്ളൂ. അപ്പോഴും ഇതേ സൈസിലുള്ള മഷ്റൂം തന്നെ നമുക്ക് മതിയാവും. ഈ 3 മഷ്റൂംസ് ബർത്ത്ഡേ ഇല്ലാത്ത മാസങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. പിന്നെ ഇത് 2 ഓരോ കുട്ടികളുടെ മാത്രം ബർത്ത്ഡേ ഉള്ള 2 മന്താട്ടോ. അപ്പോൾ അതും ആ ഒരു സൈസിൽ തന്നെ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു മഷ്റൂമിൻ്റെ തൊട്ട് വലുപ്പത്തിൽ ഒരു മഷ്റൂം മാത്രം കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അത് 2 കുട്ടികളുടെ ബർത്ത്ഡേ ഉള്ള മന്തിലേക്ക് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ആ ഒരു മഷ്റൂമിൻ്റെ അളവിലാണ് 3 കുട്ടികളുള്ള 3 മന്തിലേക്ക് 3 മഷ്റൂംസ് കട്ട് ചെയ്തെടുക്കുന്നത്. ഓക്കെ. ഈ ഒരു മഷ്റൂമിൻ്റെ തൊട്ട് വലുപ്പത്തിൽ, അതായത് ഏകദേശം ഒരു 1/4 ഇഞ്ചൊന്നുമില്ല, അതിൻ്റെ പകുതി വലിപ്പം ഇതുപോലെ അടയാളപ്പെടുത്തിയിട്ട് 4 കുട്ടികളുള്ള 2 മാസത്തിലേക്ക് 2 മഷ്റൂംസ് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്നത് ഒക്ടോബർ മാസം 5 കുട്ടികളുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഒരു വലിയ മഷ്റൂം തന്നെ വേണം കേട്ടോ ഒക്ടോബർ മാസത്തിലേക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട്. അങ്ങനെ ഡിഫറെൻറ്റ് സൈസിൽ ഓരോ മഷ്റൂംസും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സെയിം എണ്ണമുള്ള മന്തിൽ സെയിം അളവിലായിരിക്കണം മഷ്റൂംസ് കട്ട് ചെയ്തെടുക്കേണ്ടത്. എന്നാലാണ് കാണാനായിട്ട് കുറച്ച് ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് ഇതേപോലെ ഡിഫറെൻറ്റ് സൈസിലായിട്ട് മഷ്റൂംസ് കട്ട് ചെയ്ത് വച്ചിട്ടുണ്ട്. പിന്നെ ഓരോ മഷ്റൂമിൻ്റെ ബാക്കിലായിട്ട് ഞാൻ ഓരോ മന്ത് ഇതേപോലെ ഒന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ അത് സ്റ്റിക്ക് ചെയ്യുന്ന ടൈമിൽ ബുദ്ധിമുട്ടാവും കേട്ടോ. ഇനി ഇതിൽ മഷ്റൂമിൻ്റെ ടോപ്പ് പോർഷനിലേക്കാണ് കുട്ടികളുടെ ഫോട്ടോസ് സ്റ്റിക്ക് ചെയ്യുന്നതും താഴെ ആ ഒരു സ്റ്റെം പോർഷനിലാണ് മന്തിൻ്റെ പേര് എഴുതുന്നതും. ജാനുവരി തൊട്ട് ഡിസംബർ വരെയുള്ള മന്തുകളുടെ പേരെഴുതുന്നത്. അപ്പോൾ ഇതേ ഫോട്ടോസ് ഒട്ടിക്കുന്ന മഷ്റൂംസിൻ്റെ സൈഡിലായിട്ട് കുഞ്ഞു കുഞ്ഞു ബബിൾസും കൂടി ഞാനൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഫോട്ടോസ് കറക്റ്റ് ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് വേണം സ്റ്റിക്ക് ചെയ്യാനായിട്ട്. ഇനി ഇതിലേക്ക് കളർ ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് വാട്ടർ കളറാട്ടോ. വാട്ടർ കളർ യൂസ് ചെയ്തിട്ട് അടിപൊളിയായിട്ട് നമുക്ക് കളർ ചെയ്യാൻ പറ്റും. കഴിഞ്ഞ പ്രാവശ്യം ബർത്ത്ഡേ ചാർട്ട് ഉണ്ടാക്കിയപ്പോഴും ഞാൻ വാട്ടർ കളറാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവർ നമ്മുടെ ചാനലിൽ പോയിട്ടൊന്ന് കണ്ടു നോക്കുക. അടിപൊളിയായിട്ടോ അത്. ആ ഒരു ബബിൾസ് വരച്ചു കൊടുത്തിട്ടില്ലേ മഷ്റൂമിൻ്റെ ടോപ്പ് പോർഷനിൽ, അത് ആ ഒരു വൈറ്റായിട്ട് തന്നെ കീപ്പ് ചെയ്യുക. മഷ്റൂമിൻ്റെ സ്റ്റെമ്മിന് ഈ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് വൈറ്റും ലൈറ്റ് ഓറഞ്ചും കൂടി മിക്സ് ചെയ്ത് അടിച്ചു കൊടുത്താൽ മതി കേട്ടോ. കറക്റ്റ് നമുക്ക് സ്കിൻ കളർ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതേ ഓരോ മഷ്റൂംസും ഇതുപോലെ ഒന്ന് കളർ ചെയ്തെടുക്കുക. കളർ ചെയ്തതിന് ശേഷം ഔട്ട്ലൈൻ കൊടുക്കാൻ മറക്കരുത് കേട്ടോ. ഇതുപോലെ ബ്ലാക്ക് കളർ സ്കെച്ചോ അതല്ലെങ്കിൽ തിന്നായിട്ടുള്ള മാർക്കർ പെന്നോ യൂസ് ചെയ്തിട്ട് വേണം ഔട്ട്ലൈൻസ് കൊടുക്കാനായിട്ട്. അതിനുശേഷം നമുക്ക് ഓരോ മന്ത് കറക്റ്റ് ഓർഡറിൽ വെച്ച് നോക്കാം കേട്ടോ. കറക്റ്റ് ഓർഡറിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് തന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഞാൻ പെൻസിൽ യൂസ് ചെയ്തിട്ട് ചെറുതായിട്ട് മന്തുകളൊന്ന് എഴുതി കൊടുത്തിട്ടുണ്ടായത്. അപ്പോൾ ജാനുവരി തൊട്ട് ഡിസംബർ വരെയുള്ള എല്ലാ മന്തും ഇതുപോലെ ഓർഡർ ആക്കി ഞാൻ വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ ഒരു മഷ്റൂംസിൻ്റെ സ്റ്റെമ്മിലേക്ക് ഓരോ മന്തിൻ്റെ നെയിമും എഴുതി കൊടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് പെൻസിൽ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് എഴുതി കൊടുക്കുക. അതിനുശേഷം CD മാർക്കർ പെൻ യൂസ് ചെയ്തിട്ടാണ് ഞാൻ കളർ ചെയ്തിട്ടുള്ളത്. റെഡ് കളറാട്ടോ ഞാൻ ചൂസ് ചെയ്തത്. ഇതാകുമ്പോൾ നല്ല തിന്നായിട്ടുള്ള നിബ്ബായിരിക്കും. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലെ
കുറച്ച് ക്യൂട്ട് മാഗസിൻസാണ്. നമ്മുടെ പഴയ മാജിക് ബോർഡും കളിക്കുടുക്കയൊക്കെ തന്നെ എടുത്താൽ മതി. ഇതിൽ നിന്ന് കുറച്ച് സ്റ്റിക്കേഴ്സ് ആവശ്യമുണ്ട്. ആ ഒരു സ്റ്റിക്കേഴ്സും കൂടി നമുക്ക് ഈ ഒരു മഷ്റൂംസിൻ്റെ ഒപ്പം തന്നെ ചാർട്ട് പേപ്പറിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരു മഷ്റൂമിന് ഒരു സ്റ്റിക്കർ എന്ന കണക്കിന് 12 ക്യൂട്ട് സ്റ്റിക്കേഴ്സ് ഞാൻ ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ പഴയ മാഗസിൻസിൽ നിന്നുള്ള സ്റ്റിക്കേഴ്സ് ഒത്തിരി ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ. പ്രത്യേകിച്ച് ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റ് എൻ്റെ ചാനലിലുണ്ട്, ഒത്തിരി ഞാൻ ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഓരോ സ്റ്റിക്കറും വെച്ച് അതിൻ്റെ തൊട്ട് താഴെയായിട്ട് മഷ്റൂംസും വെച്ച് കൊടുത്തിട്ടാണ് സ്റ്റിക്ക് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കാണാൻ നല്ല ക്യൂട്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ കറക്റ്റ് മന്ത് അനുസരിച്ചിട്ട് ഞാൻ ഇതുപോലെ മഷ്റൂംസൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെരിഞ്ഞിരിക്കുന്ന രീതിയിലാട്ടോ മഷ്റൂംസൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോഴാണ് കുറച്ചും കൂടി കാണാൻ ക്യൂട്ടാവുക. പിന്നെ ഓരോന്നിനും ചേരുന്നതിനനുസരിച്ചിട്ട് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളറും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഓരോ സ്റ്റിക്കേഴ്സും ഇതുപോലെ അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് ആ ഒരു സ്റ്റിക്കർ ഒട്ടിക്കുക, അതിന് ശേഷം വേണം മഷ്റൂംസ് ഒട്ടിക്കാനായിട്ട്. എന്നാലാണ് ആ രണ്ടും തമ്മിലൊരു കണക്ഷൻ നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. ഓക്കെ, ഈ ഒരു സ്റ്റിക്കേഴ്സ് കട്ട് ചെയ്തെടുക്കാനായിട്ട് കുറച്ച് പാടാണ്. കാരണം കറക്റ്റ് ഷേപ്പിൽ കട്ടൊക്കെ ചെയ്തെടുക്കണമല്ലോ. പക്ഷേ കുറച്ച് കഷ്ടപ്പെട്ടാലെന്താ, റിസൾട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ല ക്യൂട്ടാണ്. കഴിഞ്ഞ വർഷം ഞാൻ ചെയ്ത ടൈം ടേബിൾ കാർഡിലും ഇതുപോലെ തന്നെ ഞാൻ സ്റ്റിക്കേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിട്ട് അത് കാണാനായിട്ട്. കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ പോയിട്ട് കണ്ടു നോക്കുക. എന്തായാലും കുട്ടികൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ എങ്ങനെയുണ്ട് ഈ ഒരു സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിച്ചിട്ട്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ല എന്നുള്ളത് കമൻറ്റായിട്ട് പറയണേ. ഇനി ചെറിയൊരു പരിപാടിയും കൂടി ഉണ്ട്. മുകളിൽ ഹാപ്പി ബർത്ത്ഡേ എന്നൊന്ന് എഴുതി കൊടുക്കണം. ഫസ്റ്റ് കറക്റ്റ് മെഷർമെൻറ്റ് കിട്ടാനായിട്ട് സ്കെയിൽ വെച്ച് വരച്ച് പെൻസിൽ യൂസ് ചെയ്തിട്ട് റഫായിട്ട് എഴുതി കൊടുക്കുക. ഇനി അതിൻ്റെ മുകളിലേക്ക് ആക്രിൽ പെയിൻറ്റ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതുന്നത്. ആക്രിൽ പെയിൻറ്റ് വൈറ്റോ അതല്ലെങ്കിൽ ഇതുപോലെ ലൈറ്റ് ലെമൺ യെല്ലോയോ യൂസ് ചെയ്യാവുന്നതാണ്. ബ്ലാക്ക് ചാർട്ടിൽ ഈ ഒരു വൈറ്റ് അല്ലെങ്കിൽ ലെമൺ യെല്ലോ നല്ല രീതിയിൽ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കും കേട്ടോ. അപ്പോൾ നല്ല ക്യൂട്ടായിട്ടുള്ള നമ്മുടെ ബർത്ത്ഡേ ചാർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കുട്ടികൾ ഫോട്ടോസ് കൊണ്ടുവരുന്നതിനനുസരിച്ചിട്ട് മാം അത് കറക്റ്റ് ഷേപ്പിൽ കട്ട് ചെയ്ത് സ്റ്റിക്ക് ചെയ്തോളും. കഴിഞ്ഞ വർഷം കുറച്ച് കുട്ടികളുടെ ഫോട്ടോസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ കറക്റ്റ് ഷേപ്പിൽ കട്ട് ചെയ്ത് സ്റ്റിക്ക് ചെയ്തിട്ടാണ് കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നത്. ഇപ്രാവശ്യം സ്റ്റാർട്ടിങ് തന്നെയല്ലേ, അതുകൊണ്ട് ഫോട്ടോസൊന്നും മാമിന് കളക്ട് ചെയ്ത് കിട്ടിയിട്ടില്ല. നെക്സ്റ്റ് വീഡിയോ വരുന്നത് ക്ലാസ് റൂം വെൽക്കം ചാർട്ടാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക്, അതായത് ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്നവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.